നാം ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ തീർച്ചയായും നിരാശ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഒരുപക്ഷെ തുടർച്ചയായ പരാജയം ജീവിതത്തോട് തന്നെ മടുപ്പ് ഉളവാക്കിയേക്കാം. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മെ സഹായിപ്പാൻ നാം പ്രതീക്ഷിച്ചവരാരും കടന്നു വരാതെയും ഇരിക്കാം. നിങ്ങളെ എനിക്ക് ഓർമ്മിപ്പിക്കുവാനുള്ളത്, ഏതു വിഷമഘട്ടത്തിലും കൈവിടാതെ വഴി നടത്തുവാൻ കഴിയുന്ന ജീവിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം നിങ്ങളെ തീർച്ചയായും വിടുവിക്കും. പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായിട്ടാകും കടന്നു വരുന്നത്. അതിനെ തരണം ചെയ്യുവാൻ, അതിനെ ഓവർകം ചെയ്യുവാൻ നമ്മെ സഹായിക്കുന്ന ദൈവ സാന്നിധ്യത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. പലപ്പോഴും നമ്മുടെ കണക്ക് കൂട്ടലുകൾ വെച്ച് നോക്കുമ്പോൾ ഇനി മുന്നേറുവാൻ കഴിയുകയില്ല എന്ന ചിന്തയാകും കടന്നു വരുന്നത്. പ്രിയ ദൈവവേദനെ, ഒരു സാധ്യതയും മുമ്പിലില്ല എങ്കിലും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ കഴിയുന്ന ജീവിക്കുന്ന ദൈവം നിങ്ങൾക്കായി ഈ ദിവസങ്ങളിൽ പ്രവർത്തിക്കാൻ പോകുകയാണ്. വിശുദ്ധനായ ദൈവത്തിന്റെ മുമ്പാകെ നിൽക്കുവാൻ നമ്മെ പര്യാപ്തമാക്കുന്നതാ കാൽവരി ക്രൂശിലെ രക്തം. ജീവിതത്തിൽ പലയിടങ്ങളിലും സാഹചര്യങ്ങൾ അനുസരിച്ച് പലരും നമ്മെ കണ്ടും കാണാതെയും കടന്നു പോകും. ആരൊക്കെ നിങ്ങളുടെ കൂടെ ഇല്ല എങ്കിലും നിങ്ങളോട് കൂടെ ഇരിക്കുന്ന ഈ ദൈവ സാന്നിധ്യം നാം ഓരോ നിമിഷവും അനുഭവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നാം ഇതുവരെയും ഇങ്ങനെയൊരു ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ട് ഇനി അനുഭവിക്കുകയില്ല എന്നതിന് അർത്ഥമില്ല. ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുവാൻ മനസ്സ് കാണിക്കുന്ന ഓരോ വ്യക്തിയോടും സംസാരിക്കുന്ന, കൂടെ വസിക്കുന്ന ദൈവത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്. നമ്മുടെ പാപത്തിന് പരിഹാരമായി കാൽവറി ക്രൂശിൽ യാഗമായി തീർന്ന യേശുവിൽ വിശ്വസിക്കാത്തിടത്തോളം കാലം നാം പാപിയായി തന്നെ തുടരും. എന്നാൽ പാപമില്ലാത്ത ദൈവപുത്രന്റെ കാൽവറി ക്രൂശിലെ യാഗം എന്റെ പാപത്തിന് പരിഹാരമാണ് എന്ന് വിശ്വസിക്കുന്ന നിങ്ങൾ ദൈവത്തിന്റെ കണ്ണിൽ വിശുദ്ധരായി എണ്ണപ്പെടുകയാണ്. ആ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് മനസമാധാനം തരുവാൻ മതിയായവനാ. ആ ദൈവത്തിന്റെ സാന്നിധ്യം, ആ ദൈവത്തിന്റെ ശബ്ദം കേട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മുന്നേറുവാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിന് ഒരു അർത്ഥം കൈവരുന്നത് നിങ്ങൾക്ക് മനസ്സിലാകും. പലപ്പോഴും നാം കയ്യിലുള്ളത് വെച്ചിട്ടാണ് കണക്ക് കൂട്ടാറ്. നമ്മുടെ അനുഭവ സമ്പത്ത് വെച്ചിട്ടാണ് പല കാര്യങ്ങളും നാം ചെയ്യാൻ തുടങ്ങുന്നത്. ഇന്ന് യേശുവിന്റെ അടുക്കിലേക്ക് അടുത്തു വരുന്ന നിങ്ങളെ ദൈവിക ജ്ഞാനത്താൽ നിറയ്ക്കുവാൻ ദൈവം മതിയായവനാണ്. അതെ പ്രിയ ദൈവവേദലേ, ദേശത്ത് നിങ്ങൾ ഒരു അനുഗ്രഹമാകണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. യേശുവിന്റെ പുറം ഒഴിവുചാലുപോലെ അടിച്ചു കീറപ്പെട്ടത് പ്രിയ ദൈവവേദലേ നിങ്ങളുടെ രോഗസൗഖ്യത്തിനാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന നിമിഷം തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ആ രോഗസൗഖ്യം അനുഭവിക്കുവാൻ കഴിയും. ദൈവത്തിന്റെ വചനത്തിലൊന്ന് വിശ്വസിക്കുന്നെങ്കിൽ ദൈവവചനത്തിന്റെ നിവർത്തീകരണം ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കാണുവാൻ പോകുകയാണ്. പണം കൊടുത്തു വാങ്ങുവാൻ കഴിയാതിരുന്നതിനെ ദാനമായി ദൈവം തന്നെങ്കിൽ നമ്മുടെ അഭിമാനത്തെ, നമ്മുടെ പാരമ്പര്യത്തെ എല്ലാം ഒന്ന് മാറ്റിവെച്ച്, യേശുവേ ഞാൻ അങ്ങയുടെ അടുത്തേക്ക് അടുത്തു വരുന്നു, എന്നിൽ അങ്ങയുടെ പ്രവൃത്തി വെളിപ്പെടുവാൻ ഏൽപ്പിച്ചു തരുന്നു, അങ്ങന്റെ പാപപരിഹാരത്തിനായി കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നുവെന്നും അങ്ങയുടെ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യമുണ്ട് എന്നും ഞാൻ വിശ്വസിക്കുന്നു എന്നൊന്ന് പറഞ്ഞാട്ട് ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ തന്നെ തുടങ്ങുകയാണ്. ഈ ജീവിക്കുന്ന ദൈവത്തിൽ ഉള്ള അവിശ്വാസമാകാം ഒരുപക്ഷെ ദൈവത്തിന്റെ പ്രവൃത്തിയെ നിങ്ങളുടെ ജീവിതത്തിൽ തടയുന്നത്. ഇന്നതിനൊരു മാറ്റം വരണം. നമ്മുടെ ഹൃദയം കലങ്ങുവാൻ ഇഷ്ടപ്പെടാത്തവൻ, നാം നഷ്ടപ്പെട്ടു പോകണമെന്ന് ആഗ്രഹിക്കാത്തവൻ, നാം അനുഗ്രഹം പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഈ ദൈവത്തിന്റെ അടുത്തേക്ക് കടന്നു വരുന്ന പ്രിയ ദൈവപൈതലേ, നിങ്ങൾക്ക് നഷ്ടപ്പെടുവാൻ ഒന്നുമില്ല. മറിച്ച് ദൈവിക സന്തോഷം ദൈവിക പ്രവൃത്തിയും ഈ ദിവസങ്ങളിൽ നിങ്ങൾ കാണുവാൻ പോകുകയാണ്. ഈ യേശുക്രിസ്തു ഒരു മതവും സ്ഥാപിച്ചില്ല. മതം മാറാൻ അല്ല യേശു ആവശ്യപ്പെടുന്നത്. മതം മാറിയാൽ രക്ഷ ലഭിക്കുകയില്ല. മറിച്ച് യേശുവിന് വേണ്ടി നിങ്ങളുടെ ഹൃദയത്തെ തുറന്നു കൊടുക്കുന്നെങ്കിൽ ഈ രക്ഷ നിങ്ങളുടേതായി മാറുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവ സമാധാനം, ദൈവിക നന്മ, ദൈവിക പ്രൊവിഷൻ ഈ ദിവസങ്ങളിൽ കാണുവാൻ പോകുകയാണ്. അതുപോലെ തന്നെ ഈ ദൈവത്തിന്റെ അടുക്കലേക്ക് കടന്നു വന്നവളാ ഞാൻ, എന്നിട്ടും എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ എന്റെ ജീവിതത്തിൽ കടന്നു വരുന്നു എന്ന് ചോദിക്കുന്ന നിങ്ങളെ തൊട്ട് ദൈവത്തിന് പറയാനുള്ളത്, നീ ഏതൊക്കെ തീച്ചൂളയുടെ നടുവിലൂടെ കടന്നുപോയാലും ആ തീച്ചൂളയിലും നിങ്ങളുടെ ശരീരത്തിൽ ഒരു രോമത്തിനു പോലും കേടുവരുത്താതെ പുറത്തു കൊണ്ടുവരുവാൻ കഴിയുന്ന ഒരു ജീവിക്കുന്ന ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ പ്രവൃത്തി തീർച്ചയായും നിങ്ങൾ കാണും. നിങ്ങളുടെ ജീവിതത്തിലെ മരുഭൂമിയുടെ അവസ്ഥയിലും നീരുറവയെ തുറക്കുവാൻ അവൻ മതിയായവനാണ്. ദൈവിക പദ്ധതികൾക്കായി ഏൽപ്പിച്ചു കൊടുക്കുന്ന പ്രിയ ദൈവവേദലേ, ഒരു ശക്തിക്കും ഒരു വ്യക്തിക്കും നിങ്ങളെ തകർക്കുവാൻ കഴിയുകയില്ല. യേശുവിനോട് ചേർന്ന് നിൽക്ക്. ദൈവത്തിന്റെ പ്രവൃത്തി ഈ ദിവസങ്ങളിൽ തന്നെ
നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ പോകുകയാണ്. മറ്റൊരാളുടെ പ്രവൃത്തി പല സമയങ്ങളിലും നമ്മെ മുഷിപ്പിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പ്രവൃത്തി പല സമയങ്ങളിലും ദൈവത്തെ മുഷിപ്പിക്കാറുണ്ട്. സങ്കീർത്തനം 78 അധ്യായം 41 വാക്യം മുതൽ താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും. അവർ പിന്നെയും പിന്നെയും ദൈവത്തെ പരീക്ഷിച്ചു, ഇസ്രായേലിന്റെ പരിശുദ്ധനെ മുഷിപ്പിച്ചു. അങ്ങനെ പറയാനുള്ള കാരണം ദൈവം അവർക്ക് വേണ്ടി ചെയ്ത അത്ഭുത പ്രവൃത്തികളെ അവർ മറന്നുപോയി. ശത്രുവിന്റെ കയ്യിൽ നിന്ന് വിടുവിച്ചതും മാറയെ മധുരമാക്കിയതും മരുഭൂമിയിൽ വെള്ളം ലഭിച്ചതുമെല്ലാം മറന്ന് ജീവിക്കുന്ന ഒരു ജീവിതമാണ് നമ്മുടേത് എങ്കിൽ നമ്മുടെ പ്രവൃത്തി ദൈവത്തെ മുഷിപ്പിക്കുന്നതാണ്. പ്രിയ ദൈവത്തിലെ ഒന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കണം. കഴിഞ്ഞ നാളുകളിൽ വഴി നടത്തിയ ഒരു ദൈവമില്ലേ? ഒന്ന് ഉറയ്ക്കണം. ഈ വിഷമഘട്ടത്തിലും ആ ദൈവത്തിന്റെ പ്രവൃത്തി ഞാൻ കാണും. അതെ, എന്നെ കൈവിടാത്ത നാഥന്റെ പ്രവൃത്തി ഞാൻ കാണുക തന്നെ ചെയ്യും. ശത്രുവിന്റെ കരത്തിൽ നിന്ന് ഭാരപ്പെട്ട് കണ്ണുനീർ ഒഴുക്കിയ ദിവസങ്ങളിൽ നിന്ന് ദൈവം നമ്മെ വിടുവിച്ച് പുറത്തു കൊണ്ടുവന്നെങ്കിൽ പ്രിയ ദൈവത്തിലെ നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് ഒരു വലിയ പദ്ധതിയുണ്ട്. നമ്മുടെ അവിശ്വാസവും നമ്മുടെ പിറുപിറുപ്പും ദൈവത്തിനും ദൈവത്തിന്റെ പ്രവൃത്തിക്കും എതിരെയുള്ള നമ്മുടെ സംസാരവുമെല്ലാം ദൈവപ്രവൃത്തി നമ്മുടെ ഇടയിൽ നടക്കുവാൻ പലപ്പോഴും തടസ്സമായി നിൽക്കാറുണ്ട്. നാം ചിന്തിക്കുന്നതിനും നാം സ്വപ്നം കാണുന്നതിനും അപ്പുറത്ത് പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരു ജീവിക്കുന്ന ദൈവം നമുക്കുള്ളത് കൊണ്ട് ഇനി ഭാരപ്പെടരുത്, അവിശ്വസിക്കരുത്. എന്റെ ദൈവം എന്നെ വിടുവിക്കും, എന്നെ ശക്തീകരിക്കും, എനിക്കായി പ്രവർത്തിക്കുമെന്ന് ഒന്ന് ഉറക്കേണ്ടത് ആവശ്യമാണ്. അവിശ്വാസത്തിന്റെ വാക്കുകളെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമുക്കൊന്ന് മാറ്റിവെക്കാം. വിശ്വാസത്തിന്റെ വാക്കുകൾ ഈ ദിവസങ്ങളിൽ നമ്മുടെ വായിൽ വരട്ടെ. ദൈവപ്രവൃത്തിയുടെ വാക്കുകൾ ഈ ദിവസങ്ങളിൽ വായിൽ വരട്ടെ. ഈ ദൈവവചനത്തിന് മുമ്പാകെ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്ന ദൈവജനത്തെ അങ്ങയുടെ തൃക്കരങ്ങൾ തരുന്നു. അവർ കടന്നു പോകുന്ന സാഹചര്യങ്ങളെ അങ്ങ് അറിയുന്നു. ഈ ദിവസങ്ങളിൽ ഈ ജനത്തിന്റെ വിശ്വാസം ഉറയ്ക്കത്തക്ക വിധത്തിലുള്ള ദൈവത്തിന്റെ പ്രവൃത്തി ഇവരുടെ ജീവിത മേഖലകളിൽ വെളിപ്പെടട്ടെ. ഇവരൊരു അനുഗ്രഹമാകട്ടെ. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. സകലമാന മഹത്വം അങ്ങേക്ക്, സകലവും നസ്രയനായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ, ആമേൻ. പ്രിയ ദൈവത്തിലെ ദൈവത്തിന്റെ പ്രവൃത്തികളെ പരിമിതപ്പെടുത്തുന്നവരായിട്ടല്ല, മറിച്ച് ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നവരായി നാം മാറ്റപ്പെടുകയാണ്. ധൈര്യമായിരിക്കണം. ദൈവവചനത്തിലെ വിശ്വാസത്തിന്റെ വാക്കുകളാകട്ടെ വായിൽ വരുന്നത്. മുന്നിലുള്ള വിഷയത്തിന്റെ വലിപ്പത്തെ വർണ്ണിക്കേണ്ട, കൂടെയുള്ള യേശുവിന്റെ വലിപ്പത്തെ വർണ്ണിക്ക്. ഈ ദിവസങ്ങളിൽ തന്നെ ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങൾ കാണുവാൻ പോകുകയാണ്. ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം. അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക, ഫോർവേഡ് ചെയ്യുക. ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ബ്ലെസ്ഡ്.